ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം, നമസ്കാരം. അപ്പോൾ ആക്കുളത്താണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇന്നലെ ഞാൻ ഡേ 1 ട്രിവാൻഡ്രത്ത് വന്നു. ഞാൻ ആ ടെമ്പിളൊക്കെ തൊഴുതു. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. ഇവിടെ മാത്രം ഷോർട്സ് എടുത്തു കരിക്കകത്ത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ തുറന്നേമാട് വന്നുകൊണ്ട് ചേച്ചിമാരൊക്കെ അവിടെ ചൂലുകൊണ്ട് അടിച്ചു വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് അറിയില്ല. ഒരു പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, വേറെ എന്തൊക്കെയോ റൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ആ കാണുന്ന സ്റ്റെപ്പ് വഴി കയറിപ്പോകണം. അപ്പോൾ കുറേ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും. അത് ഓരോന്നിനും ചാർജാണ്, 100 റുപ്പീസ് വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ വഴിയില്ലല്ലോ, വേറെ പണിയൊന്നുമില്ല. അപ്പം വ്ളോഗ് എടുത്തേക്കാം ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഡേ 1 വന്നപ്പോൾ 4 അമ്പലങ്ങൾ ഞാൻ തൊഴുതു. പഴയങ്ങാടി അത് ഞാൻ വ്ളോഗ് എടുത്തില്ല, മുൻപൊക്കെ പോയത് വ്ളോഗ് എടുത്ത് കൊണ്ടാണേ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ഞാൻ 5-ാം തീയതി പോകും. അപ്പോൾ ഇന്ന് നാളെ കുറച്ച് പോകുന്നവരെ ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുത്തേക്കാം. അന്നേരം അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പഴയങ്ങാടി ഗണപതി ടെമ്പിള്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇവിടെയൊക്കെ ഞാൻ പോയി. ആറ്റുകാല് ഒക്കെ തൊഴുതു ഗൈസ്. രാവിലെ പോയതുകൊണ്ട് കുറച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെ ആദ്യത്തെ ദിവസമല്ലേ, നാളെയാണ് പൊങ്കാല. അന്നേരം ഞാൻ പൊങ്കാല ഇരുന്നുണ്ട്, അതുകൊണ്ട് പോയി തൊഴുതു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ ഔട്ടിങ് പോലെ എനിക്ക് പോകാമല്ലോ. അന്നേരം മറ്റേ കരിക്കകം ദേവീക്ഷേത്രം പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ തൊഴാനും പറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പഴയങ്ങാടി വൈകുന്നേരം ഞാൻ പോയി ദീപാരാധന ഒക്കെ കഴിഞ്ഞിട്ട് കയറിയത്, തിരക്കുള്ളതുകൊണ്ട്. പിന്നെ കലവും സാധനങ്ങളൊക്കെ ഇന്നലെ മേടിച്ചു. ഇനിയിപ്പോൾ ഒന്നും മേടിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് ഇന്നൊന്ന് ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞാൽ വന്നേ. ഇന്ന് വൈകിട്ട് എനിക്ക് വർക്കല പോകണമെന്ന് പ്ലാനുണ്ട്. നടക്കില്ല ഒന്നും അറിയില്ല. ജസ്റ്റ് ഇവിടെ ഉച്ചവരെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ അവിടെ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ഊഞ്ഞാലാണ്. അവിടെ ഒരു കുളം പോലെയൊക്കെ കാണുന്നുണ്ട്. ഐ തിങ്ക് സ്വിമ്മിംഗ് പൂൾ പോലെ എന്തെങ്കിലുമൊക്കെയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. റൈഡൊക്കെ ആവും. എനിക്കൊരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് മേലെ പോകണം. ഇവിടെ മെയിനായിട്ടൊന്നും അങ്ങനെ കാണാനില്ല. എന്തൊക്കെയോ ഉണ്ടെന്നും പറഞ്ഞാൽ വന്നത്. പൊങ്കാരേൻ്റെ തലേന്ന് വന്നതുകൊണ്ട് ഇവിടെ ഒരു സംഭവവും ഇല്ല, പാർക്കോ കാര്യങ്ങളോ. അതായത് സ്റ്റാഫില്ല. മെയിനായിട്ട് റൈഡൊക്കെ പോകണമെങ്കിൽ ഐ എം ഭയങ്കര ഹാപ്പി. ബിക്കോസ് ഇതിൻ്റെ മേലെ കയറി നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറണം. എന്തൊക്കെയോ റൈഡ്, എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം കയറി കാണാം. ഇവിടെ ഈ കാണുന്ന ബാക്കി അഡ്വഞ്ചർ ഒന്നുമേ ഇല്ല. കാരണം സ്റ്റാഫില്ല, ലീവായതുകൊണ്ട് ഓപ്പൺ അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തത്. ബാക്കിയുള്ളതൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും. ഇവിടെ ഉള്ള റൈഡ്സ് ഒന്നും കയറാൻ പറ്റില്ല. പൊങ്കാലയായതുകൊണ്ട് ഒക്കെ ലീവാണ്, സ്റ്റാഫ് ലീവാണ്. അതാണ് ഉണ്ടായത്. നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണാനില്ല. സാരമില്ല, നമുക്ക് ഉള്ളത് കാണാം. ഇത് കാണാം ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ വേറെ അഡ്വഞ്ചർ ഉണ്ട്. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇങ്ങനെ മൂഞ്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. പിന്നെ ഇവിടെ കാണാനായിട്ടൊരു മ്യൂസിയം ഉണ്ട് താഴെ. അത് ഓപ്പൺ ആണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. നന്നായിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിലാണ് കാണാം. ഇവിടെ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, നല്ല നൈസാണ്. ഇതുപോലത്തെ ഒരു സൺഗ്ലാസ് വെച്ച് വന്നാൽ ഇവിടെ കാണാൻ സൂപ്പറാണ്. താഴെ നോക്കരുത്, നോക്കിയാൽ നിങ്ങളെ പേടിക്കും. അപ്പൊ വാ കാണാം. അഡ്വഞ്ചർ ആണ് ശരിക്കും. ഇതുപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കേരളത്തിൽ വേറെ മൂന്നാറിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പാർക്കിലൊക്കെ എനിക്ക് ട്രിവാൻഡ്രം വന്ന് ഇതെന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. ഇവിടെ വരണം, ഗ്ലാസ് ബ്രിഡ്ജ് എത്ര ലൈഫിൽ പോയിട്ട്. സോ എനിക്ക് ട്രിവാൻഡ്രം വന്ന് ഇത് സാധിച്ചു കഴിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടം. ട്രിവാൻഡ്രം കാര്യം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കിഡ്സിനാണെങ്കിൽ താഴെ നല്ല പാർക്കുണ്ട്. അവർക്ക് എന്തായാലും താഴെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. താഴെ നോക്കാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഈ ഒരു സ്ഥലമാണ് നമ്മൾ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള സ്ഥലം. നിങ്ങൾ ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഉള്ളൂ. ഈ ഒരു ഭാഗത്താണ് മറ്റേ മ്യൂസിയം ഉള്ളത്. സ്വിമ്മിംഗ് പൂളിന് അടുത്തായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വലിയ ഇതൊന്നുമില്ല, എന്നാലും അവർ ആദ്യം എടുത്ത ടിക്കറ്റ് പിന്നെ മാറ്റിയാണ് എന്നോട് എടുപ്പിച്ചത്. ഞാൻ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നേ ഉള്ളൂ.
അത് വലിയ കാണാനൊന്നുമില്ല, വെറുതെ വന്നു എന്ന് വേണേൽ പറയാം. ഈവനിങ് ഞങ്ങൾ വർക്കല ബീച്ചിലോട്ടാണ് വന്നത്. ഇപ്പോൾ അവിടുത്തെ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർക്കല ബീച്ച് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. മുൻപ് ട്രിവാൻഡ്രം വന്നപ്പോഴൊക്കെ ഉള്ളൊരു ബക്കറ്റ് ലിസ്റ്റാണ് ഇതും വരണമെന്ന്. അങ്ങനെ റീൽസിലൊക്കെ കണ്ട ആ വർക്കല ബീച്ച് ഞാനിപ്പോൾ നേരിട്ട് കാണാൻ പോവാണ്. അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ വർക്കല ബീച്ചിലെത്തി. എൻ്റെ ഡ്രീമാണ്. സോ ഞാൻ മാത്രമല്ല, എൻ്റെ അവിടെ ശ്രീഹരിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് വ്ളോഗൊക്കെ ചെയ്യാൻ പോണേ. സോ എനിക്കൊരു പാർട്ട്ണറിനെ കിട്ടി വ്ളോഗിങ്ങിൽ ചെയ്യാനായിട്ട്. അപ്പം ഇന്നും ഈ ബീച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊരു ക്ലിഫാണ് ആക്ച്വലി. ഇവിടെ ഒരു മല പോലെ ഉണ്ടാവും താഴെ. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, റീൽസൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരാം. അങ്ങനെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ ഒരു റീൽ ഞാൻ എടുക്കണമെന്ന് കുറേ കാലം വിചാരിച്ചു. അങ്ങനെ അതും എടുത്തു ഗൈസ്. അതൊരു പരീക്ഷണം മാത്രമായിരുന്നു. വെള്ളം വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സ്വാഗതം. ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിലാണ്. ഇവിടെ ഫോറിനേഴ്സൊക്കെ വരുന്ന ബീച്ചാണ്. ബീച്ചാണ് മല പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരണം. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. എന്നിരുന്നാലും എനിക്ക് ഈ ബീച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോസാണ്. നമ്മൾ ഗോവയിലൊക്കെ പോയ പോലെ. ഗോവയിൽ പോയതിന് ശേഷമാണ് പൈതവേ ഇവിടെ വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്ലേസാണ്. ട്രിവാൻഡ്രം വന്നാൽ ഇവിടെ വരണമെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ചതാണ്. സോ അത് നടന്നു. ഗോവ കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു. അത് നടക്കുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ അമ്മ സമ്മതിക്കുന്നു മെയിനായിട്ട് വിചാരിച്ചില്ല ആക്ച്വലി. കാരണം പൊങ്കാലിടാൻ വേണ്ടി വന്നതാണല്ലോ. അത് ആ ഇടയ്ക്കാണ് ഞാൻ ഇന്നിവിടെ വന്നത്. സോ നമുക്കിവിടെ എൻജോയ് ചെയ്യാം. നമുക്കിവിടുത്തെ വ്ളോഗ് പൊങ്കാലയുടെ തലേ ദിവസം ഈവനിങ് ആണ് വന്നത്. ഞങ്ങൾക്ക് അടുത്ത ദിവസം പൊങ്കാല ഇടേണ്ടത് കൊണ്ടും ട്രെയിൻ ഞങ്ങൾക്ക് ഒരു ടൈമിനുണ്ട്. അത് കിട്ടാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങള് വർക്കല ബീച്ച് വിട്ടു പോവാണ്. എന്തൊക്കെ ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട്. ഇവിടെ അധികം ബീച്ചല്ലേ, ജസ്റ്റ് ഞാൻ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇതൊക്കെ തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരാം. ട്രിവാൻഡ്രം വന്നാൽ എന്തായാലും വരിക ഗൈസ്. ഹലോ, നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കുറേ കാലത്തെ ഡ്രീമാണ്. ട്രിവാൻഡ്രത്ത് നിങ്ങൾ വന്ന് എന്തായാലും കന്യാകുമാരി വിസിറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത്ര എക്സൈറ്റ്മെൻറ്റോടും ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഞാൻ വന്നേക്കുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ് ഈ ഒരു ട്രിപ്പ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇവിടെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ വേണേൽ സൺറൈസ് കാണാം. കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ അവിടെ ബീച്ചിലൊന്നൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാം. അതും കഴിഞ്ഞ് നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഒരു എന്താ പറയുക, അതും കഴിഞ്ഞ് നമുക്ക് നേരെ തിരുവള്ളൂർ സ്റ്റാച്യൂവിൽ പോകാനായിട്ട് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ട് കയറാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലും വിവേകാനന്ദ പാറയിലൊക്കെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു അടുത്തൊരു ചർച്ചും ഉണ്ട്. സോ അതും കാണാം. ആ ചർച്ചാന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ഏട്ടൻ പോയിരുന്നു. 2 ചർച്ചും അടിപൊളിയെന്നാ പറഞ്ഞത്. അതാണോന്ന് അറിയില്ല. സോ അതൊന്ന് ചോദിച്ചിട്ട് പോകണം. എനിക്ക് എന്തായാലും ഈ ബീച്ചാണ് ഇഷ്ടപ്പെട്ടത്. ചെന്നൈയിലൊന്നും കാണാത്ത ടൈപ്പ് ബീച്ച്. ഇതുപോലത്തെ പാറകളും ഇതുപോലത്തെ ഒരു ബീച്ച് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. സോ 4 മണിക്കോ 4:30 അങ്ങനെ ഇറങ്ങി ട്രിവാൻഡ്രത്ത് ഞങ്ങളിവിടെ 6 മണിക്ക് ശേഷമാണ് എത്തിയത്. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ സൂര്യ അണ്ണനെ വെയിറ്റ് ചെയ്തു. സൂര്യ അണ്ണൻ ഇതുവരെ വന്നില്ല ഗൈസ്. അതാണ് പ്രശ്നം. ഇവിടെ എല്ലാവരും സൂര്യ അണ്ണനെ കാത്തു നിൽപ്പാണ്. സൂര്യ അണ്ണൻ വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുവാണ്. ഇത്രയും 7 മണിക്ക് ശേഷം അങ്ങനെ വന്നത്. ശരിക്കും ഞാൻ വന്നിട്ടില്ല. എനിക്ക് നഷ്ടമായി പോയനെ ഗൈസ്. ഓ മൈ ഗോഡ്, നിങ്ങളിത് കാണുക. സൂര്യ അണ്ണൻ വന്ന ശേഷം ഞങ്ങൾ സൂര്യ അണ്ണനെയും കണ്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ തന്നെ നിൽപ്പുണ്ട് സൂര്യ അണ്ണൻ, എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുമായിരുന്നു. എനിക്ക് ഈ ബീച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ബീച്ചാണ് എനിക്കിഷ്ടം. ഇവിടെ ചെന്നൈയിലൊന്നും ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ളവർ എന്തായാലും മിസ് ചെയ്യാണ്ട് എൻജോയ് ചെയ്യുക ഈ കന്യാകുമാരിയിലെ ബീച്ച്. ഈ ഒരു മീൻ മാർക്കറ്റിൻ്റെ സൈഡിലൂടെ പോയാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. പലരും ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് വ്യൂ കാണാൻ പോകുന്നത്. സൺസെറ്റ് ആയാലും സൺറൈസ് ആയാലും ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, കാണാത്തവരാണ്. കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ ബീച്ചും ചർച്ചും ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് വേണം വിവേകാനന്ദ പാറയിലും തിരുവള്ളൂർ സ്റ്റാച്യൂവിൻ്റെ അടുത്തൊക്കെ പോവാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാരണം അത് ഓപ്പണിങ് തന്നെ 8 മണിയാകുമ്പോൾ 10 മണിക്ക് ആ ഒരു ടൈമിങ്ങിന് ശേഷം ഞങ്ങൾ 6 മണിക്ക് എത്തിയത് കൊണ്ട് ഈ ഒരു ബീച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആളൊക്കെ കുറവാണ്. എന്നാലും സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ വരുന്നവരുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇവിടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റും.
ഇതായിട്ടുള്ളൊരു ബീച്ചാണ്. നിങ്ങൾ വന്ന് വൃത്തികേടാക്കാതിരിക്കുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും അടിപൊളിയാണെന്ന്. എനിക്ക് ഇതുപോലത്തെ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, ബീച്ച് പോകാനൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തല പൊന്തിച്ച് നിൽക്കുവാണ്. ആ ഒരു തിരമാല വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ശരിക്കും ഒരു പുതപ്പ് വിരിച്ച പോലെ ഉണ്ട് അത് കാണാനായിട്ട്. നല്ല രസമുണ്ട്. എന്ത് സൂപ്പർ പ്ലേസാണെന്നറിയാവോ. നിങ്ങളിത് മിസ് ചെയ്യാനേ പാടില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലൈഫ് ഓരോരോ ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ലൈഫൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ലൈഫിൽ മിസ് ചെയ്യാതെ ഇവിടെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. സൺസെറ്റും സൺറൈസും ഒക്കെ കാണുക. കാരണം ആ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി എന്താ പറയുക, വെള്ളമെല്ലാം നനഞ്ഞ് ഒന്ന് എൻജോയ് ചെയ്യുക. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എൻ്റെ പോളിസി ഇതൊക്കെ തന്നെയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിവേകാനന്ദ പാറയിലേക്ക് പോയി. ഞങ്ങൾ ബോട്ടിങ്ങിലുള്ളതൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ. നേരെ എന്ത് ചെയ്തു, ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അത് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അവിടെ നിന്നൊക്കെ ഞാൻ ഉച്ചത്തിൽ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും അതുപോലെ ഇവിടെ നിന്ന് പറ്റത്തില്ല. ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കില്ല, കാരണം അത്രയ്ക്ക് കാറ്റാണ്. പിന്നെ ഇവിടെ വന്ന് സൺസെറ്റും സൺറൈസൊക്കെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത്, ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ എന്തോ വന്നു എന്നാണ് അമ്മ പറയുന്നത്, പക്ഷെ എനിക്ക് ഓർമ്മ വേണ്ടേ, എനിക്ക് ഓർമ്മയില്ലല്ലോ. സോ അന്ന് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ആൺസൂര്യാണനെയും കണ്ടു, ബീച്ചും ഇറങ്ങി. ചർച്ച് പിന്നീടാണ് പോയത്, അത് ഞാൻ ഷൂട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ കാര്യം പറയാം. ഇവിടെ ഭയങ്കര വെയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, ഭയങ്കര വെയിലാണ്. സൺഗ്ലാസ് വെച്ചിട്ടും എനിക്കൊന്നും സെറ്റ് ആവുന്നില്ല. 1-2 റീലൊക്കെ എടുത്തു, പക്ഷേ ഇവിടുന്ന് വോയിസ് ഓവർ ചെയ്യാണ്ട് വേറെ രക്ഷയില്ല. അത്രയ്ക്ക് കാറ്റാണ്, അവിടെ ഒന്നും പറയാൻ പറ്റില്ല. നല്ല പാറയായിരുന്നു. ഇതൊക്കെ പണ്ടെങ്ങാനും കണ്ടതാണ് ഫോട്ടോസിൽ. ഈ തിരുവള്ളൂരിനൊക്കെ അടുത്ത് കാണുമ്പോൾ എന്ത് വലുപ്പമാണ്. നമ്മളൊക്കെ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കുഞ്ഞാണ്. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ മേലെ കൂടെ ഇവിടെ കയറാൻ പറ്റും. താഴേന്ന് ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെയാണ് ഞാൻ കയറി വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ. റീൽസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചേക്കാൻ നോട്ടിഫിക്കേഷൻ കറക്റ്റ് അതാത് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിടുന്ന വീഡിയോസ് റീൽസ് ആയാലും ഇൻസ്റ്റയിലായാലും ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ട്രാവൽ ഡേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ തിരുവള്ളൂരിനോട് ടാറ്റാൻ പറഞ്ഞ് ഞാനിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടക്കുവാണ്. ഇതൊക്കെ ഞാൻ കുറേ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പലരുടെ റീലൊക്കെ കണ്ട് അതുപോലെയൊക്കെ കോപ്പി അടിച്ചൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇതിലൂടെ നടക്കാൻ. നല്ല വെയിലാണ്. നട്ടപ്രാന്തുള്ളവർ മാത്രമേ ഈ വെയിലൂടെ വരൂ. ഞാനും മാത്രമല്ല, ആരായാലും. കാരണം അത്രയ്ക്ക് വെയിലാണ്. മറ്റേ ചൂട് കാലത്ത് ആയിരുന്നു അത്, ഭയങ്കര വെയിലാണ്. പോയ സമയത്തും ഒക്കെ നിങ്ങൾ വരുന്നുണ്ട്, വെയിലില്ലാത്ത സമയത്ത് വരാനേ ഞാൻ പറയൂ. കാരണം അത്രയ്ക്ക് വെയിലായിപ്പോയി. അതിൻ്റെ മേലെ കയറിയപ്പോൾ തന്നെ തളർന്നു പോയി. പിന്നെ അങ്ങനെയല്ലേ ഇറങ്ങിയാൽ മതി എന്നാ തോന്നി. പിന്നെ വന്ന ബോട്ട് കിട്ടിയാലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈവനിങ് വൈബിലാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. കാരണം ഈവനിങ് ആണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം ഇത്രയ്ക്ക് വെയിലും ഉണ്ടാവില്ല, സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ പറ്റും, നിങ്ങൾക്ക് ഗ്ലാസ് ഫ്രിഡ്ജിലും കാണാൻ പറ്റും. പക്ഷേ ഇത് ക്ലോസിങ് ടൈം എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ക്ലോസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ഇവിടെ വരാൻ പറ്റുമെന്നും എനിക്കറിയില്ല ഗൈസ്. കാരണം മോർണിംഗ് ഒരു ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഒരു വണ്ടി ട്രിപ്പ് പോലെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങി മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ തന്നെ 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ചർച്ച്, പിന്നെ ഈ വിവേകാനന്ദ പാറ, തിരുവള്ളൂർ സ്റ്റാച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് രാവിലെ വന്നാൽ കവർ ചെയ്യാം. സൂര്യ ഉദിക്കുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ ഇതൊരു ഹാഫ് ഡേയിൽ കഴിയും. അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും ഇതുപോലെ കാണാൻ പറ്റും. മറ്റേ രാജാക്കന്മാരുടെ മറ്റേ മ്യൂസിയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചർച്ച് വെളിയിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പോയി നോക്കിയപ്പോൾ അത് അടച്ചേക്കുവാന്നോ എന്തോ പറഞ്ഞു. അതിൻ്റെ ബാക്കിൽ എന്തോ പഴയ ചർച്ചൊക്കെ അടച്ചേക്കുവാന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ നേരെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് മ്യൂസിയം കാണാമെന്നും പറഞ്ഞിട്ട് കന്യാകുമാരി തന്നെ. അപ്പം പഴയ ഇനി നമ്മൾ നേരെ പോകുന്നത് പത്മനാഭപുരം പാലസ് കൊട്ടാരത്തിലേക്കാണ്. അവിടെ മറ്റേ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് പോകുന്നത്. അപ്പോൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അവിടുന്ന്. പത്മനാഭപുരം പാലസിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ പറ്റില്ല. അത് ഫോട്ടോ തന്നെ പൈസ കൊടുത്തിട്ടാണ്. സോ നമ്മൾ അത് പൈസ കൊടുത്തിട്ടായിരിക്കും ആ ഫോട്ടോ ആയിട്ട് വേണേൽ കാണിച്ചാൽ വീഡിയോ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡിങ് ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ എന്താ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ അതിന് മാത്രമൊന്നും തോന്നിയില്ല. അത് നിങ്ങൾ നേരിട്ട് തന്നെ പോയി കാണുമ്പോഴാണ് അതിൻ്റേതായൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം 2-3 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒറ്റ വ്ളോഗായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒറ്റ വ്ളോഗായിട്ടങ്ങ്
പരിപാടി അങ്ങ് തീരും. അപ്പം ഇവിടെ ഉള്ളിലൊക്കെ കണ്ടു. അതിന് മാത്രമൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പം അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി അടുത്ത് നമുക്ക് സൂവിൽ പോവാം ഗൈസ്. കന്യാകുമാരി ട്രിപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവിടെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ സൂ കാണാമെന്നും പറഞ്ഞ്. കാരണം നമുക്ക് ഈവനിങ് എങ്ങാനും ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ട്രെയിന്, അപ്പോൾ രാവിലെ സൂ കാണാൻ നെക്സ്റ്റ് ഡേ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ മൃഗങ്ങളെയൊക്കെ കണ്ടും കൊണ്ട് ഇങ്ങനെ കാണാം. നമ്മൾ ചെന്നൈയിൽ സൂവിൻ്റെ അത്ര ഒന്നും കാണാനൊന്നുമില്ല. എൻ്റെ ട്രിവാൻഡ്രത്തെ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. ഞാൻ ഉള്ളിൽ പോയി വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ ഒട്ടക പക്ഷിയൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. ഒന്നും ഇല്ലയെന്ന് എനിക്ക് കാണാനായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആക്കുളത്തും അതേ അവസ്ഥ തന്നെ ആയിരുന്നു. ആക്കുളത്തും വേളി ബീച്ച് ഞാൻ പിന്നെ വ്ളോഗ് എടുത്തില്ല. അടുത്ത മൃഗത്തെ കാണാൻ വേണ്ടി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബൈ ദ വേ, ഇത് ആലുവയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചു, ഓൺലൈൻ വഴി മേടിച്ചതാണ്. ലൂസായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉള്ളിൽ നടക്കാനും എന്ത് സുഖമാണെന്നറിയുമോ, നല്ല തണുത്ത കാറ്റും. ഇതൊരു മണിക്കൂർ കൊണ്ട് കണ്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല എന്താ എങ്ങനെയാണ് കാണണ്ടേന്ന്. ഇവിടെ ക്ലോസ്ഡ് ആണോ സംശയമുണ്ട് ഗൈസ്. അവിടെ ഒരു ഗേറ്റ് മാതിരി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നോക്കി, പിന്നെയാണ് അവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പക്ഷികളോ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. മര്യാദയ്ക്കൊന്നും കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവസ്ഥയായിപ്പോയി. പിന്നെ വേളി ബീച്ചിൽ ഞാൻ വ്ളോഗ് എടുക്കാത്തത് അവിടെ ലേറ്റായിട്ട് റീച്ച് ആയതുകൊണ്ടാണ്. ഇതാണ് ഇവിടുത്തെ പരുന്ത് ഗൈസ്, ഇങ്ങനെ നിൽപ്പുണ്ടത്. പിന്നെ ആക്കുളം ബീച്ചിൽ മുതലയുണ്ട്, അത് അനങ്ങാതെയാണ് നിൽക്കുന്നത്. ഞാൻ പലരോടും സജഷൻ ചോദിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും പോയത്. പക്ഷേ പലരും ആക്കുളം വേളി ബീച്ചിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായങ്ങളല്ലായിരുന്നു തന്നത്. ആക്കുളത്ത് ഞാൻ പിന്നെ പോയത് വെറുതെ ആയിപ്പോയി. വേളി ബീച്ചും കുഴപ്പമില്ല, ഞാൻ ലേറ്റായി എത്തിയോണ്ടാണ് വ്ളോഗ് എടുക്കാഞ്ഞ്. ഇവിടെ കുറേ കൊക്കുകൾ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്. നീർനായനെയാണ് കാണാൻ പോകുന്നത്. അത് അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ബോർഡൊക്കെ ഉണ്ട്, പക്ഷേ അത് ഈ സ്മെല്ലും ഉണ്ട് ഗൈസ്. വെള്ളത്തിൻ്റെ ആയിരിക്കും. എന്തായാലും നമുക്ക് നീർനായനെ കണ്ടിട്ട് വരാം. അവന്മാരെ അവിടെ നിൽക്കുന്നുണ്ടാവും ഗൈസ്. ഇവിടെ 2-3 കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊക്കിനെ കാണുന്നുണ്ട്. ഇവരെന്താ ഇവിടെയെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഇവർമാർക്ക് എന്താണ് കാര്യം? കുറേ 4-5 ഉണ്ട് തോന്നുന്നു. കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം അവന്മാർ അങ്ങനെ ആ ഒരു പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി, ഫോട്ടോസിനൊക്കെ വേണ്ടി പോസ് ചെയ്യുന്ന പോലെ തോന്നി. കാരണം അതിൻ്റെ ഇടയ്ക്കൊരു കൊക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചാൽ അതൊരു ശില്പം വല്ലതും ആയിരിക്കും, പക്ഷെ ജീവനുള്ളതായിരുന്നു. ഇതെങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ആലോചിച്ചു. പറന്ന് വല്ലതും എത്തിയതായിരിക്കും. ഇവരിങ്ങനെ നീന്ത് കാണാൻ നല്ല രസമുണ്ട്, നീർനായ. പിന്നെ കരടി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കരടീനെ കണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം പോയപ്പോൾ അത് പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ കണ്ടത് കൊണ്ട് അത് പേടിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ അതിങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഏന്തി നോക്കിയിട്ടും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് ആദ്യം നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഉള്ളിൽ പേടിച്ച് ഒളിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ വേറെ ഓരോ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. സിംഹം നല്ല ഉറക്കമാണ് കാണുന്നേ. കരടീനൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ സൂവിൽ വരേണ്ടി വന്ന്. കാട്ടിലൊന്നും പോയി കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഇഷ്ടം. എനിക്ക് കരടി ടെഡി ബിയറൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ നേരിട്ട് ശരിയാവില്ല, ഡേഞ്ചറാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. നടന്ന് കാണണം, എന്നാലേ അതിൻ്റെ ഭംഗി അറിയൂ. നമ്മൾ ഈ സൈക്കിളൊന്നും വിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെ ഉണ്ടോ അറിയില്ല, എല്ലാവരും നടക്കുക ചെയ്യുന്നത്. എന്തായാലും ഇതൊരു മണിക്കൂർ വേണ്ടി വരും. പിന്നെ 1 മണിക്കൂർ നടന്ന് കാണാം. സൂ കണ്ടിട്ട് വേണം എനിക്ക് മ്യൂസിയം കാണാനായിട്ട്. ഗായ് സിംഹം, ഞാൻ സിംഹത്തെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത്. സിംഹമുണ്ട് ഗൈസ്, കാട്ടിലെ സിംഹം, ദ കിങ്, വൺ ഓഫ് ദ കിങ്. നമുക്കതിനെ കാണാം ഗൈസ്. ഈ ഒരു സൈഡ് വന്നപ്പോൾ വീണ്ടും ഒരു ഒട്ടക പക്ഷീനെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആക്കുളത്തൊക്കെ വെറുതെ പോയല്ലോ എന്ന് തോന്നി. ആക്കുളത്ത് ആ ഒരു സമയത്ത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേളി ബീച്ച് മാത്രമാണല്ലോ. അതൊരു ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ബ്ലോഗും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൻ്റെ അടിയിൽ നിൽപ്പുണ്ടായിരുന്നു. കൊമ്പുള്ള മാനുണ്ട്, കൊമ്പില്ലാത്ത മാനുണ്ട്. ഇനി ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വേളിയിലും ആക്കുളത്തും ഒരു വേറെ ദിവസം പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ പോയ സമയം അത്ര ശരിയില്ലായിരുന്നു. പോത്ത് പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ മയിലൊക്കെ ഒളിച്ച് നിൽക്കുകയാണ്.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും വന്നാൽ പൊന്മുടിയിലാണ് ആദ്യം പോകണം എന്നുള്ളത്. KSRTCയിലെ ഒരു ട്രിപ്പായിട്ട് പിന്നെ ബാക്കി ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോകണം. പിന്നെ ഇപ്പോൾ ഈ വന്ന മ്യൂസിയം ഇവിടെ തന്നെ ഉള്ളതാണ്. കുറേ മീനുകളുണ്ട്, കുറേ ടൈപ്പിൽ, എല്ലാത്തിനും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പിങ്ക് കളറുണ്ട്, സ്വർണ്ണ കളറുണ്ട്, ഗോൾഡ് കളർ ഒരു ഫിഷ് ഉണ്ട്. ഇങ്ങനെ മീൻ ഇങ്ങനെ വെള്ളത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ വലിയ വലിപ്പമുള്ള മീനുണ്ട്, പിന്നെ ചെറുതുണ്ട്, എല്ലാ ടൈപ്പുമാണ്. പേരൊന്നും എനിക്കറിയില്ല. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഈ ഗോൾഡൻ കളർ ഫിഷിനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളതിനൊന്നും എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേറെ ടിക്കറ്റ് എടുക്കണം. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ട്രെയിൻ ഉള്ളതുകൊണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തില്ല. സോ ഇനി വരുമ്പോൾ ഈ ഒരു മ്യൂസിയവും പിന്നെ ആ കുളവും വേളിയൊക്കെ പിന്നെ ഒന്നുകൂടെ പോയി കാണുന്നുണ്ട്. പൊന്മുടിയൊക്കെ KSRTCയിൽ പൊളിക്കും. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വന്ന് ടൈം കിട്ടിയാൽ പോകണമെന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുക. ആ ബട്ടൺ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ മ്യൂസിയം കാണണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കാൻ സെപ്പറേറ്റ് ടിക്കറ്റാണെന്ന് അറിയില്ല. ഫിഷിൻ്റെ മ്യൂസിയം പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി എന്തായാലും അടുത്ത തവണ വരുമ്പോൾ കാണാം, മ്യൂസിയം കാണാം.